ആകാശവാണി കണ്ണൂർ. കിസാൻ വാണി, കിസാൻ വാണി, കിസാൻ വാണി. കർഷക പക്ഷത്തുനിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം. സമർപ്പണം കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. വരുമാന വർധനവിന്റെ സൂത്രവാക്യങ്ങൾ. നമുക്കൊപ്പം മയ്യിൽ മുല്ലക്കൊടി കുറ്റിച്ചിറയിലെ കർഷകനും സംരംഭകനുമായ ശ്രീ കുഞ്ഞികൃഷ്ണനും മകൻ ജിതിൻ കൃഷ്ണനും. അന്നും ഇന്നും കർഷകനായ കുഞ്ഞികൃഷ്ണേട്ടൻ വരുമാന വർധനവിനായി ഫ്ലോർ മിൽ ആരംഭിച്ചത് വർഷങ്ങൾക്കു മുൻപാണ്. ആ മേഖലയിൽ കോമ്പറ്റീഷൻ വന്നതോടെ പിടിച്ചു നിൽക്കാൻ മാറ്റങ്ങൾ ആവശ്യമാണെന്ന് മനസ്സിലാക്കി ഫ്ലോർ മില്ലിനൊപ്പം അവിൽ മില്ലും ആരംഭിച്ചു. നമുക്ക് എന്താണുള്ളത് അത് വെച്ച് തുടങ്ങുക, പതിയെ പതിയെ വളർത്തുക. ഇതാണ് കുഞ്ഞികൃഷ്ണേട്ടന്റെ വിജയ ഫോർമുല. ധാന്യങ്ങൾ പൊടിക്കുന്ന ഒരു സാധാരണ മില്ലിനെ ഇന്ന് കാണുന്ന മില്ലാക്കി മാറ്റിയതിനു പിന്നിൽ കുഞ്ഞികൃഷ്ണേട്ടന്റെയും കുടുംബത്തിന്റെയും അർപ്പണ മനോഭാവവും കഠിന പ്രയത്നവുമുണ്ട്. കോവിഡ് കാലത്ത് ജോലിയിൽ പ്രതിസന്ധി ഉണ്ടായപ്പോഴാണ് ബിടെക് ബിരുദധാരിയായ മകൻ ജിതിനും ഒന്ന് മാറി ചിന്തിച്ചത്. എന്തുകൊണ്ട് തന്റെ അറിവും കഴിവും കുടുംബ സംരംഭമായ മില്ലിൽ ഇൻവെസ്റ്റ് ചെയ്തുകൂടാ എന്ന്. അത് വലിയ മാറ്റങ്ങൾക്കുള്ള തുടക്കമായിരുന്നു. ഇന്ന് തദ്ദേശീയമായ അരിയുടെ ഉൽപ്പന്നങ്ങളും അവയ്ക്കൊപ്പം മറ്റ് ധാന്യങ്ങളുടെയും സുഗന്ധ വ്യഞ്ജനങ്ങളുടെയുമെല്ലാം ഉൽപ്പന്നങ്ങൾ ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നാട്ടുകാർക്ക് നൽകുന്നു ലാല അവിൽ ആൻഡ് ഫ്ലോർ മിൽ. കേൾക്കാൻ നമുക്ക് ഇവരുടെ വരുമാന വർധനവിന്റെ സൂത്രവാക്യങ്ങൾ. മയ്യിൽ മുല്ലക്കൊടി കുറ്റിച്ചിറ എന്ന് പറയുന്ന പ്രദേശത്ത് ലാല അവിൽ ആൻഡ് ഫ്ലോർ മില്ലിലാണ് ഇപ്പോൾ ഞങ്ങള് കിസാൻ വാണി ടീമിൽ നിന്നുള്ളത്. ഒരു നാടൻ സംരംഭമാണിത്. നാടൻ ഉൽപ്പന്നങ്ങള്, തദ്ദേശമായ ഉൽപ്പന്നങ്ങള്, സ്വന്തം നെൽകൃഷി ചെയ്തുണ്ടാക്കുന്ന നെല്ലിൽ നിന്ന് കുത്തിയെടുക്കുന്ന അവിലും അതിന്റെ പൊടികളും പുട്ടുപൊടി അങ്ങനെയുള്ള പല ഉൽപ്പന്നങ്ങളും എല്ലാം വിൽക്കപ്പെടുന്ന ഒരു മില്ലാണിത്. അതിന്റെ നടത്തിപ്പുകാരനായ ശ്രീ കുഞ്ഞികൃഷ്ണനും അദ്ദേഹത്തിന്റെ മകൻ ജിതിനും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന, കുടുംബം മൊത്തം ചേർന്ന് നടത്തുന്ന ഒരു സംരംഭത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. ഒരു പരമ്പരാഗത കർഷകനാണല്ലോ അല്ലെ ഇന്നത്തെ കാലം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം കഴിച്ചുകൂടാൻ കൃഷി ഒരു ഉപാധി മാത്രമായിട്ട് സ്വീകരിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ജീവിത രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറ്റുമ്പോഴാണ് അതൊരു വിജയം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഈ മില്ലിന്റെ ഉത്ഭവം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് പറയും. ഇത് 1982 മുതൽ ഞാനിവിടെ മില്ല് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പൊടിമില്ല്, ചെറിയൊരു കച്ചവടം പൊടിമില്ലുമായിട്ടുള്ള സ്ഥാപനമായിരുന്നു. അതിന്റെ ഇടയിൽ കുറച്ചു കാലം ഞാൻ ഗൾഫിൽ പോയി, ഒരു 10 കൊല്ലം ഗൾഫിൽ പോയിരുന്നു. ഗൾഫിൽ നിന്ന് വന്നാലും ഞാൻ കൃഷിയോട് താല്പര്യമില്ലാന്ന് 15 വയസ്സ് മുതലേ കാലുകൂട്ടി നിലം ഉഴുത് ഇന്ന് മുല്ലക്കൊടി നാട്ടിൽ ജീവിച്ചിരിക്കുന്ന കർഷകനാണ് ഞാൻ. 15 വയസ്സ് മുതലേ SLC വിട്ടന്ന് മുതലേ കാലുകൂട്ടി കർഷക ജോലി എടുക്കുന്നുണ്ട്. അന്ന് മുതലേ ഈ പണിയോട് താല്പര്യമില്ലാന്ന്. കുടുംബം മുഴുവൻ കർഷക കുടുംബമായിട്ട് പോകുന്നതാണ്. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ മില്ല് 93 തിരിച്ചു വന്നു. അതിനുശേഷം മില്ല് രണ്ടാമത് ഏറ്റെടുത്തു. മില്ല് നിർത്തിയിട്ടാണോ പോയത്? അല്ല, മില്ലിൽ അന്നേരം അച്ഛനും അമ്മയും ആരെങ്കിലും വെച്ച് പണിയെടുപ്പിക്കുന്നതാണ്. മക്കളുണ്ട്, എല്ലാവരും സഹായിക്കും. അവരെ ഒഴിവിന് മറ്റുള്ള ആൾക്കാരെ കൂട്ടി ചെയ്യിച്ച് പിന്നെ ഞാൻ വന്നതിന് ശേഷം പിന്നെ ഞാൻ രണ്ടാമത് ഏറ്റെടുത്ത് ഞാൻ വിപുലീകരിച്ച്. എന്തായിരുന്നു ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നത് മില്ലിൽ? അന്നേരം നെല്ല് കുത്തി കൊടുക്കൽ മാത്രമേ ഉള്ളൂ. നാട്ടിലെ പാർട്ടി കൊണ്ടുവരുന്ന നെല്ലും ഗോതമ്പും എല്ലാം കുത്തിക്കൊടുത്ത് പൊടിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം. സാധാരണ ഒരു ഫ്ലോർ മില്ലായിരുന്നു. സാധാരണ ഫ്ലോർ മില്ല് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അന്ന് ഈ നാട്ടിലെ പരിസരത്ത് എവിടെയും മില്ല് ഉണ്ടായിട്ടില്ല. മുല്ലക്കൊടിയും കൊളച്ചേരി മാത്രമേ ഒരു മില്ല് ഉണ്ടായിട്ടുള്ളൂ ആ 82 കാലഘട്ടങ്ങളിൽ. ഇവിടുന്ന് ബസ്സിന് എല്ലാവരും എടുത്തിട്ട് ബസ്സിൽ പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങളൊരു മൂവിങ്ങിൽ ഞാനത് ചെയ്തതാണ്. അപ്പോ ഇത് ആ സമയത്ത് പരിസരത്ത് എവിടെയും മില്ലുണ്ടായിരുന്നില്ല. പക്ഷെ ഫുൾ കൃഷി തന്നെയായിരിക്കില്ല. ഈ മുല്ലക്കൊടി ഏരിയ എന്ന് പറയുന്നത് മയിൽ പഞ്ചായത്തിന്റെ ഹൃദയഭാഗമാണ്, കൃഷിയുടെ ഹൃദയഭാഗമാണ്. ഇടക്കാലത്ത് ഒരു 10 വർഷം മുന്നേ പാടങ്ങളെല്ലാം തരിച്ചിട്ടൊരു കാലങ്ങളുണ്ടായിരുന്നു. ആ പാടങ്ങളെല്ലാം തരിച്ചിടുന്ന ടൈമിലും ഇതേ ഞാനും ഭാര്യയും നമ്മളാൽ കഴിയുന്ന എല്ലാ സ്ഥലവും കൃഷി ചെയ്തിട്ടുണ്ട്. അന്ന് ഒരു ഗ്രാൻഡോ കാര്യമോ ഒന്നും കിട്ടാതൊരു കാലങ്ങളുണ്ടായിരുന്നു. എന്തായാലും ആ ടൈമിൽ 10, 12, 15 ഏക്കർ ആൾക്കാർ പണിക്കാർ കൂട്ടിയിട്ട്
ഞാൻ ചെയ്ത് കറ്റതല്ലലും മുറിക്കലും ഉഴുന്നുള്ളും എല്ലാ കൃഷി ഐറ്റംസുകളും ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് എന്നോട് നിനക്കെല്ലാം പിരാന്തായിട്ടാണ് നീ ചെയ്യുന്നതെന്ന് പറയുന്ന ആൾക്കാർ വരെ ഉണ്ടായിട്ടുണ്ട്. നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. നീ വലിയ പേരെടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഇതെന്നെല്ലാം എന്നോട് ചോദിച്ച ആൾക്കാരുണ്ട്. എന്നാലും ഞങ്ങൾ രണ്ടാളും ഞങ്ങളെ ജീവിത പ്രാരബ്ധം കൊണ്ടും മക്കളെ നല്ല നിലയിൽ എത്തിക്കൊണ്ടുകൊണ്ടും ചെയ്ത് ശീലിച്ചു. ഇപ്പം മുല്ലക്കൊടി ഈ പറയുന്ന പാടശേഖരങ്ങളൊക്കെ ഏതാണ്ട് മുഴുവൻ കൃഷി ചെയ്യുന്ന ഒരു മേഖലയല്ലേ അല്ലേ? കൃഷി ചെയ്യുന്നുണ്ട്. മുഴുവൻ പാടശേഖരങ്ങളിലും മുഴുവൻ സ്ഥലവും തരിശുരഹിതമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പം എത്ര ചെയ്യുന്നുണ്ടാവും കുഞ്ഞുഷ്ണേട്ടൻ? ഞാൻ ഇന്നും ഒരു 10 ഏക്കർ 9 ഏക്കർ 10 ഏക്കർ ആവറേജ് ആയിട്ട് കൃഷി. 2 വിള എടുക്കുന്ന സ്ഥലം? എല്ലാ സ്ഥലത്തും ഒരു വിള മാത്രമേ നടക്കുന്നുള്ളൂ. 1-ാം വിള എന്ന് പറയുന്ന സ്ഥലത്തൊന്നും, 2-ാം വിള എന്ന് പറയുന്ന പാടങ്ങളിൽ ഒരു വിള മാത്രമേ നടക്കൂ. 2 ഏരിയയിലായിട്ടാണ് ചെയ്യുന്നത്. 2 ഏരിയയിലായി. മില്ലിനോടനുബന്ധിച്ച ഏരിയ ആണ്. ഇതെല്ലാം ഇപ്പം ഞാൻ മൊത്തത്തിൽ നടന്ന സ്ഥലമാണ്. ഇത് വേറെ ആൾ പാട്ടത്തിനടുത്ത് ചെയ്യുന്നതാണ്. ഇത് 1-ാം വിള നടക്കൂലേ? ഇത് 2-ാം വിള മാത്രം. ഇത് ഒരു മഴ പെയ്തുപാടും അരിയോളം വെള്ളമായിരിക്കും. ഇതാണ് 2-ാം വിള എടുക്കുന്ന പാടങ്ങൾ. കൈവയൽ എന്ന് പറയുന്ന പ്രദേശം തയ്ച്ചും ഒരു മഴയോടുകൂടെ അരിയോളം വെള്ളം നിൽക്കുന്ന ഒരു ഏരിയയാണ്. താവസ്ഥലാണ്. ഒരുപാട് പ്രശ്നം തരണം ചെയ്തിട്ടാണ് കൃഷി ചെയ്യുന്നത്. വല്ലപ്പോഴായിട്ട് കിട്ടും. തീരെ കിട്ടാതെ സമയങ്ങളാണ് കൂടുതലുണ്ടാവുക. മഴ നിൽക്കലോടുകൂടെ പാടം തയ്ച്ചും വരണ്ട് ഉണങ്ങിപ്പോകും. അപ്പൊ ഈ ഒരു സമയത്ത് ഈ കൃഷി കുറഞ്ഞൊരു സമയത്ത് ഈ മില്ലിനെ ബാധിച്ചിട്ടുണ്ടോ? അതപ്പോ ഈ കൊണ്ടുവരുന്ന നെല്ല് കുറവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? അല്ല, അന്നല്ല പുറത്തുള്ള ആൾക്കാർ പാർട്ടിയുടെ മാത്രം ചെയ്യുന്നതാണ്. എന്നാലും ഈ ഏരിയയിൽ നെല്ലുണ്ടാവും. ഞങ്ങളൊരു ജീവിതത്തിലെ നെല്ല് പുറത്തുനിന്ന് കുത്താനായിട്ട് കൊണ്ടുവരും, പൊടിക്കാനായിട്ട് കൊണ്ടുവരും. ഇന്നിപ്പോ മില്ലിന്റെ പരിധിയിൽ 5-8 മില്ലുകൾ വന്നു. ആ ഒരു മൂവിങ്ങിലാണ് ഞങ്ങളിപ്പോ ഈ ഒരു ഐഡിയയിൽ മുന്നോട്ട് പോകാൻ കാരണം. അപ്പോഴാണ് ഈ മില്ലിനെ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് ചിന്തിച്ചല്ലേ? മാറ്റിമറിക്കാം. പിന്നെ മക്കളുണ്ട്, എല്ലാവരും സജീവാണ്. എല്ലാവർക്കും ഇതിനോട് വലിയ താല്പര്യമില്ലാതെ വൈഫായാലും മക്കളായാലും മരുമക്കളായാലും ഒരു കുടുംബത്തിന്റെ ഒത്തൊരുമയിൽ പോകുന്നതാണ്. ഈ മോൻ എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വരുന്നത്? മോൻ ഒരു ബിടെക് ബിരുദധാരിയാണ്. എങ്ങനെയായിരുന്നു ഈ ഒരു സംരംഭത്തിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം? കുട്ടിക്കാലം മുതലേ നമ്മൾ കാണുന്ന ഒരു മേഖലയാണ് ഇത്, കൃഷിയും ചുറ്റുപാടും. അപ്പൊ അച്ഛനാണേലും അമ്മയാണേലും എല്ലാ സമയവും വയലിൽ തന്നെ ഉണ്ടാകാറ്. അപ്പോൾ നമ്മളും നമ്മളെ കുട്ടിക്കാലത്ത് ആ വിധത്തിൽ നമ്മളെല്ലാം സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചായ്വ് നമുക്ക് ആദ്യമേ മുതലേ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ നമ്മൾ കൊറോണ സീസണിൽ ഞാനൊരു മോട്ടോർ ക്ലെയിമിന് ഇൻഷുറൻസ് സർവേറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ആ ഒരു പീരീഡിൽ നമുക്ക് സർവേക്ക് പോകാൻ പറ്റാത്ത കണ്ടീഷനിൽ ഞാൻ കംപ്ലീറ്റ് ഇതിലേക്ക് ഇൻവോൾവ് ആയിട്ട് വരുവാണ് ചെയ്തത്. ഇപ്പം നമ്മൾ അതിനുശേഷം ആ സമയത്ത് ഈ മില്ല് എങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നു? എന്തൊക്കെയുണ്ടായിരുന്നു മില്ല്? ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ഇപ്പം അവിൽ മില്ല് തുടങ്ങിയിട്ട് ഇപ്പൊ 25 വർഷത്തോളം ആയിട്ടുണ്ടായിരുന്നു. സാധാരണ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ആൾക്കാരുടെ ഉൽപ്പന്നങ്ങൾ കുത്തി കൊടുക്കുന്നതും അതിന്റെ കൂടെ നമ്മുടെ അവിൽ മില്ലാണ് ഉണ്ടായിരുന്നത്. കോവിഡിന്റെ സമയത്ത് അവിൽ മില്ല് 10-25 വർഷത്തിന് മുന്നേ തുടങ്ങിയതാണ്. 2006 മുതൽ അവിൽ മില്ല് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ നമുക്ക് മില്ല് അടക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു സീസണിലും നമ്മൾ അവിൽ നന്നായിട്ട് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പീരീഡിൽ അവിൽ മാത്രമായിരുന്നു കാര്യമായിട്ടുള്ള ഉൽപ്പന്നമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അതിനുശേഷമാണ് നമ്മളിങ്ങനെ എന്തുകൊണ്ട് കുത്തരി കൊടുത്തുകൂടാ, നാട്ടിലെ നമ്മൾ നെല്ല് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തുകൂടാ എന്നുള്ള ഐഡിയ ഉത്ഭവിക്കുകയും നമ്മൾ അതുവഴി നെല്ല് പുഴുങ്ങി ഉണക്കി എടുത്തത് അരിയാക്കിയിട്ട് വിറ്റ് തുടങ്ങി. നല്ല രീതിയിലായിരുന്നു അതിന്റെ റെസ്പോൺസ് ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ അരി കൊടുത്തതിന് ശേഷം ആ അരി പലവിധ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനുള്ള ഒരു പ്രവണത വന്നു. അതിനുശേഷം ഓരോരോ ഉൽപ്പന്നങ്ങളായിട്ട് നമ്മളത് മാറ്റി മാറ്റി കൊടുക്കുകയാണ് ചെയ്തത്. അരിയുടെ ഉൽപ്പന്നങ്ങൾ വെച്ചാൽ കുത്തരിയുടെ പുട്ടുപൊടി, കുത്തരിയുടെ നൈസ് പൊടി, അങ്ങനെ പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളായിട്ട് നമ്മളിവിടെ കൊടുത്തു തുടങ്ങി. അതെപ്പോ തുടങ്ങിയിട്ടുണ്ടാവും? അതും ഒരു കൊറോണ സീസൺ എന്റെയിലോട് കൂടിയാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം നിലവിൽ ഒരു 5 വർഷം ആവുന്നതേ ഉള്ളൂ. ഇത്രയും വിപുലമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 വർഷം അല്ലേ? മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനുള്ള ഒരു പ്ലാൻ വരികയും അങ്ങനെ ഉൽപ്പന്നങ്ങളാക്കി വിറ്റ് തുടങ്ങുകയാണ് ചെയ്തത് കോവിഡിന് ശേഷം. അപ്പൊ ജിതിൻ ഈ ഫീൽഡിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അങ്ങ് തീരുമാനിച്ചു? അപ്പോ ഞാൻ ഇപ്പോഴേ എന്റെ ജോബ് റിസൈൻ ചെയ്തതിനു ശേഷം ഈ ഒരു മേഖലയിലേക്ക് തന്നെ വരാനാണ് ഉദ്ദേശിക്കുന്നത്. ആൾക്കാരുടെ റെസ്പോൺസും നമ്മൾക്കുള്ള ഒരു പാഷനും ഇതിലുള്ളതുകൊണ്ട് നമുക്കത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഉള്ളത് ഇവിടെ? ഇപ്പൊ നാടൻ പുട്ടുപൊടി, ഗോതമ്പ് പുട്ടുപൊടി, ഗോതമ്പ് ചപ്പാത്തിപ്പൊടി, മുത്താറിപ്പൊടി, റവ, ഉപ്മാവിന്റെ ഗോതമ്പ് റവ, ചോളത്തിന്റെ പുട്ടുപൊടി, അവില്, മല്ലിമുളക്, സമ്മാർ പൊടി എല്ലാം നമ്മുടെ നാട്ടുകാർ ഏറ്റെടുത്തു തന്നെ പറയണോ അല്ലേ? നല്ല റെസ്പോൺസ് അല്ലേ? നല്ല രീതിയിലുള്ള റെസ്പോൺസിനാണ് ഇപ്പൊ നാട്ടുകാർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ നമ്മൾ ചെറിയൊരു രീതിയിൽ സ്ട്രഗിളിംഗ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ നല്ല റെസ്പോൺസ് ആണ്. ഒരാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 99% ആൾക്കാർക്ക് ഉൽപ്പന്നങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അവർ വേറൊരാളോട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുവഴി നമുക്ക് പല ഭാഗത്തുനിന്ന്, കേരളത്തിന്റെ പല ഭാഗത്തുനിന്ന് തന്നെ ആൾക്കാർ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ അത്ഭുതമാണ്. പല ഭാഗത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ എങ്ങനെയാണ് ഇത് എത്തിപ്പെട്ടതെന്നുള്ളത് ഒരു അത്ഭുതം നമ്മൾക്കുണ്ട്. മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി അല്ലേ? ഓരോ ആൾക്കാരും നമ്മൾ ഉൽപ്പന്നങ്ങൾ ചൂസ് ചെയ്യുമ്പോഴും അതിന്റെ ബാക്കി പ്രോസസ്സിംഗിലും നല്ല രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടാണ് ഓരോ ഉൽപ്പന്നം ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി വരുന്നതിന് ഒരു മാസത്തോളം അതിന്റെ ഒരു ട്രയൽ റൺ അടിച്ച് ആദ്യത്തെ 1, 2, 3 തവണ നമ്മൾക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ
നമ്മൾ ഉപേക്ഷിക്കേണ്ടി വന്നിട്ട് വരെ ഉണ്ട്. എന്നിട്ട് നമ്മളത് ഉൽപ്പന്നങ്ങൾ അത് മാറി മാറി ഓരോരോ സ്റ്റേജ് മാറ്റി മാറ്റി നോക്കി ഓരോരോ പ്രക്രിയകൾ മാറ്റി മാറ്റി നോക്കിയിട്ടാണ് ഓരോരോ ഉൽപ്പന്നങ്ങൾ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ കഴുകാനും ഉണക്കാനുള്ള ഒരു സംവിധാനം കൂടി ആക്കിയതുകൊണ്ട് ആൾക്കാർക്ക് അത് വന്ന് കണ്ട് തൃപ്തിപ്പെട്ടതിന് ശേഷം മാത്രമാണ് ആൾക്കാർ അത് വാങ്ങി ഉപയോഗിക്കുന്നത്. പൊതുവെ പൊടികളെ പറ്റി പറയുമ്പോൾ നമുക്ക് അതാണ് ഏറ്റവും പ്രശ്നമായിട്ട് നമ്മൾ പറയാം. ഒന്ന് കഴുകിയിട്ടുണ്ടോ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ നമുക്ക് എപ്പോഴും സംശയമുള്ളത്. ഓരോ ഉൽപ്പന്നങ്ങൾ ചൂസ് ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ മാർക്കറ്റിലുള്ള ഉൽപ്പന്നങ്ങൾ 3 തരം സാധനങ്ങൾ നമ്മൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അത് ഒരു എ ക്വാളിറ്റി, ബി ക്വാളിറ്റി, സി ക്വാളിറ്റി എന്നിട്ട് 3 തരത്തിലുള്ള ധാന്യങ്ങൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അതിൽ നമ്മൾ എ ക്വാളിറ്റിയിലുള്ള ധാന്യങ്ങൾ മാത്രമാണ് ചൂസ് ചെയ്യുന്നത്. ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ആൾക്കാരെ ഫിസിക്കലി നമ്മൾക്ക് കാണാൻ തരത്തിൽ തന്നെയാണ് എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മൾ കഴുകിയെടുക്കുന്നത്. അതുപോലെ ഉണക്കിയെടുക്കുന്നത് എല്ലാവർക്കും വന്ന് നോക്കി മനസ്സിലാക്കി അത് തൃപ്തി ആയതിനു ശേഷം മാത്രം വാങ്ങിയാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വന്ന് കണ്ട് ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടും ഒരാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി മറ്റൊരാളോട് പറഞ്ഞ് അത്തരത്തിൽ പല ഭാഗത്തു നിന്നായിട്ട് നമുക്കിപ്പോൾ ആൾക്കാർ വന്ന് എത്തിച്ചേരുന്നുണ്ട്. അതൊരു നല്ല റെസ്പോൺസ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇപ്പോഴും. അപ്പോൾ ഇത് പറഞ്ഞല്ലോ ഒരുപാട് ട്രയലിന് ശേഷമാണ് ഇത് രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് ചെയ്ത് അല്ലെ, നിങ്ങളുടെ നാവിന് രുചിയുണ്ടോ? വീടൊരു പണിപ്പുര തന്നെയാണ് അതിന്. ഇവിടെ നമ്മൾ മില്ലിൽ ആ ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് മുന്നേ വീട്ടിൽ അമ്മയും അച്ഛനും നമ്മളുമായിട്ട് അത് ഒരു കുറഞ്ഞൊരു 4 തവണയുള്ള ഒരു ഉൽപ്പന്നം അതിന് ട്രയൽ റൺ അടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓരോരോ തരത്തിലും മാറ്റി മാറ്റി ചെയ്ത് നോക്കിയിട്ടാണ് ആ ഉൽപ്പന്നത്തിന്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ മില്ലിൽ ഇത് കൊടുത്തു തുടങ്ങിയത്. നമ്മളെ ആ ഒരു പ്രക്രിയ ഒരു 100% വിജയമാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഓരോ ഉൽപ്പന്നവും നമ്മൾ 5 പേർക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രമേ നമ്മളത് മില്ലിൽ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നുള്ളൂ. അപ്പോഴും അതിന്റെ റെസ്പോൺസ് നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. ഏറ്റവും അധികം കൂടുതൽ തവണ ചെയ്ത് നോക്കേണ്ടി വന്ന ഉൽപ്പന്നം ഏതാണ്? പുട്ടുപൊടി, കുത്തരി പുട്ടുപൊടി. ഒരുപാട് പ്രാവശ്യം ഞങ്ങളൊരു മാസം, 2 മാസം, 3 മാസം അതിനെപ്പറ്റി ഒരുപാട് തല്ല് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളാക്കിയാൽ അമ്മയാക്കി കൊടുത്താൽ ഇവൻ പറയാതെ പറ്റൂല. അന്നേരം ഞങ്ങൾക്ക് ദേഷ്യം വരും. ഒരുപാട് പ്രശ്നങ്ങളാണ് ഇതിനെ പറ്റി. ഒരിക്കൽ ഉണ്ടാക്കും, അത് വലിച്ചു ചാടും, രണ്ടാമതുണ്ടാക്കും, വലിച്ചാടും. ഞങ്ങളെ മരുമക്കൾ പറയും അമ്മ പുട്ടുപൊടി ആകുമ്പോഴേക്കും അമ്മക്ക് ഭ്രാന്തി വരുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഉണ്ടാക്കി എല്ലാവർക്കും രുചിച്ച് എല്ലാവരും ഓക്കെ കഴിഞ്ഞപ്പോ പിന്നെ കൺസിസ്റ്റൻസി തീർന്നു. അതിൽ പുട്ടുപൊടിയിലും കുത്തരിയിലാണ് ഞങ്ങള് മൂവിങ്ങിൽ വന്നത്. ഇന്നിപ്പോ ഞങ്ങൾക്കറിയാതെ കണ്ണൂർ ജില്ലയിലെ അറിയുന്ന ഏരിയ ഇല്ലാന്നില്ല ഒരു അഭിപ്രായമാണ്. ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ആൾക്കാരോട് ചോദിക്കുമ്പോന്ന് അറിയുന്നത് നിങ്ങൾ എവിടെയാണെന്നില്ല ചോദിക്കുമ്പോ ഇത്രയും പബ്ലിസിറ്റി നമുക്ക് ഉണ്ടോന്ന് അറിയുന്നത്. ഇത്രയും പബ്ലിസിറ്റി ഉണ്ടോന്നില്ല ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഗ്രാമത്തിലേക്കും ഞങ്ങൾക്ക് അറിയുന്നില്ല. പക്ഷെ ആൾക്കാർ വന്ന് പറയുമ്പോന്ന് ഇത്രയും ദൂരിൽ നിന്ന് വരുന്നതാണ്, നിങ്ങളെ പബ്ലിസിറ്റി കട്ടിട്ട് വരുന്നത്. ഞങ്ങളൊരു പബ്ലിസിറ്റി ചെയ്യുന്നതില്ല. പക്ഷെ നിങ്ങൾ നമ്മളെ ഭക്ഷണം കഴിച്ചിട്ട് അവരെ റിലേഷൻസ് പറയുന്നതുകൊണ്ടാണ് മൂവിങ്ങിൽ വരുന്നത്. അപ്പൊ ഈ കുത്തരി പുട്ടുപൊടി എന്ന് പറയുമ്പോ ഫുള്ളും ഒട്ടും തവിട് മാറ്റാതെയാണോ എടുക്കുക? തവിട് മാറ്റാതെ 100% തവിട് നിലനിർത്തി 100%, 80% തവിട് മാറ്റാതെ രീതിനെ കൊണ്ട് ചെയ്യുന്നതാണ്. ഇതെല്ലാം വറുത്ത് കൊടുക്കുന്നത് തന്നെയല്ലേ? വറുത്ത പുട്ടുപൊടിയാണ്. വറുത്ത പുട്ടുപൊടി, എല്ലാ പുട്ടുപൊടിയും വറുത്തതാണ്. എല്ലാ ഐറ്റംസുകളും വറുത്തതാണ്. ഗോതമ്പിന്റെ ഐറ്റം കണ്ടു. ഗോതമ്പൊക്കെ നമുക്ക് പൊതുവെ പുട്ടാക്കി എടുക്കാൻ കുറച്ച് പാടാണല്ലോ, കട്ടകെട്ടി പോകുന്ന ഒരു. അതെ, ഇത് കട്ടകെട്ടോ ഒന്നും ചെയ്യില്ല. പുത്തരി പുട്ടുപൊടിയെ വല്ല ഒരു കട്ടകെട്ടലോ പ്രശ്നങ്ങളോ ഉണ്ടാവില്ല. അത് തരിതരിയായിട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട്. എന്റെ ഒരു മെത്തേഡിൽ എടുക്കുന്നതുകൊണ്ടാണ് അന്ന് കിട്ടുന്നത്. മറ്റില്ലെങ്കിൽ ഗോതമ്പ് പൊടിച്ച പൊടിയായിട്ട് അങ്ങ് പോയി കളി. പുട്ടുപൊടി പൊടിക്കുമ്പോൾ ആ ഉൽപ്പന്നത്തിന്റെ പൊടി തരിതരിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മെഷീനറി വരെ ചൂസ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കണം. നമ്മൾക്കിപ്പോ എല്ലാം ഇപ്പം പുട്ടുപൊടിക്ക് പൊടിക്കാനുള്ള മെഷീനിൽ ചിലപ്പോൾ പൊടിച്ചു കഴിഞ്ഞാൽ അത് പൗഡറായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ മെഷീനിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിന്റെ ആൾട്രേഷൻ ചെയ്തിട്ട് ആ പൊടി എങ്ങനെയാണോ ആ തരത്തിൽ വരേണ്ടത് ആ രീതിയിൽ നമ്മളിത് മാറ്റിയെടുത്താൽ മാത്രമേ അത് ഒരേ രീതിയിൽ നമുക്ക് ആ പൊടി ഉൽപ്പന്നം നൽകാൻ പറ്റുള്ളൂ. അപ്പൊ ജിത്തിന്റെ പഠനവും ഇതുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റിയല്ലേ? ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട് മെഷീനറി. നമ്മളിപ്പം പുട്ടുപൊടി ട്രയൽ ചെയ്യുന്നത് പോലെ തന്നെ ഓരോരോ മെഷീനറി നമ്മൾ മാറ്റി 1-2 തവണ മാറ്റി കഴിഞ്ഞാലേ നമുക്ക് വേണ്ടുന്ന പാകത്തിലുള്ള ആ ഒരു പൊടിയായിട്ട് അത് പുറത്തു വരുന്നുള്ളൂ. ഈ പറഞ്ഞ പോലെ പൊടിഞ്ഞ് പൗഡറായിട്ട് പോകുന്ന ഒരു വിഷയമൊക്കെ വരാറുണ്ട്. അതിനൊക്കെ നമ്മൾ ആൾട്രേഷൻ ചെയ്തിട്ടാണ് അത് ആ ഒരു രീതിയിൽ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ ഇതിനെല്ലാറ്റിനും മെഷീൻ എങ്ങനെയാണ്? ഓരോ ഉൽപ്പന്നത്തിനും വെവ്വേറെയാണോ? അതെ, ഓരോ ഉൽപ്പന്നത്തിനും വെവ്വേറെ മെഷീൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒന്നൊന്നിൽ കലരാതെ നമ്മൾ കൊടുക്കാൻ പറ്റുള്ളൂ. എല്ലാത്തിനും ഓരോ മെഷീൻ വേണം. അതിന് ചില ധാന്യങ്ങൾ മാത്രം പൊടിച്ചു കഴിഞ്ഞാൽ മെഷീന്റെ ഉള്ളിൽ അത് പറ്റിപ്പിടിച്ചിരിക്കാത്ത തരത്തിലുള്ള ധാന്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള ധാന്യങ്ങൾ മാത്രം ഒരു മെഷീനിൽ തന്നെ 2-3 ധാന്യങ്ങൾ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. മുളകും മസാലകൾ കൂട്ടുന്ന അങ്ങനെ ഒരു ഉൽപ്പന്നത്തിന് ഒരു മെഷീൻ തന്നെ വേണം. മഞ്ഞൾ പൊടിക്കാനൊന്ന്, മുളക് പൊടിക്കാനൊന്ന്, മല്ലിക്ക് വേറെ വേണം. എല്ലാത്തിനും വേറെ വേണം. ചെയ്യാൻ പറ്റും, ഒന്നിൽ തന്നെ ചെയ്യാൻ പറ്റും.
എന്നിരുന്നാൽ കൂടി അതിന്റെ ഒരു ഗുണനിലവാരം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ വേറെ തന്നെ പൊടിക്കുന്നതാണ് ഏറ്റവും ഉചിതം. പുട്ടുപൊടി വേറെയും നമുക്ക് അല്ലാതെ പൊടിയും ഉണ്ടല്ലോ അല്ലെ? ദോശക്ക് മറ്റുപയോഗിക്കുന്ന എല്ലാ ആൾക്കാരും ഇപ്പൊ മില്ലറ്റ്സിന്റെ പുറകെയാണുള്ളത്, ചെറുധാന്യങ്ങളുടെ പുറകെയാണുള്ളത്. അപ്പൊ നമ്മൾ വരുന്ന കാലഘട്ടത്തിനനുസരിച്ച് അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. കുത്തിരി തന്നെ പുട്ടുപൊടി കൊടുത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ തന്നെ അതിന്റെ കൂടെ ഇപ്പൊ ആൾക്കാർക്കുള്ള ടേസ്റ്റ്, ആൾക്കാരുടെ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ചെറുധാന്യങ്ങളിലേക്ക് പോയിട്ട് അതിനെ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഇപ്പൊ നമ്മൾ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറുധാന്യങ്ങൾ ഓരോ തരത്തില് നമ്മൾ ഓരോരോ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ നമ്മൾ ചെറുധാന്യങ്ങളുടെ ഒരു ദോശ കൂട്ട് കൊടുക്കുന്നുണ്ട്. കൂട്ടല്ല, ദോശപ്പൊടി അല്ലെ കണ്ടു. ഒരു മുത്താറി ഗോതമ്പ്, ബാജ്ര, മണിച്ചോളം, ഈ 4 ധാന്യങ്ങളുടെ ഒരു ദോശയുടെ പൊടിയാക്കി സെയിൽ ചെയ്യുന്നുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ നല്ല റെസ്പോൺസിൽ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ആദ്യം നമ്മൾ ഒരുപാട് ധാന്യങ്ങൾ അതിലേക്ക് ഏഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ചാമിയാണേലും മറ്റുള്ള പല മില്ലറ്റ്സും നമ്മൾ അതിലേക്ക് ഉൾപ്പെടുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലേക്കൊന്നും നമ്മൾക്ക് ആ ഒരു നല്ല രീതിയിലുള്ള ഒരു സ്വാദ് തോന്നാത്ത പക്ഷം നമ്മളിപ്പോ 4 ധാന്യങ്ങൾ കൊണ്ടാണ് ചെയ്തത്. മണിച്ചോളം, ബാജ്ര, മുത്താറി, ഗോതമ്പ് എല്ലാം 250%, അതായത് 1/4% ഈക്വൽ, എല്ലാം ഈക്വൽ ആയിട്ട് എടുത്തിട്ട് അത് നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് ഇപ്പം മാറിക്കൊണ്ട് വരുന്നുണ്ട്. അത് എല്ലാവർക്കും ഉപയോഗിച്ച ഒരു 99% ആൾക്കാർക്കും അത് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. അതുപോലെ ഇനി ധാന്യങ്ങളുടെ അവില് അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളിലേക്കാണ് നമ്മളത് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നത്. നാടോടുമ്പോ നടുവേന്ന് പറയും. പിന്നെ അതിന്റെ കൂടെ ഗോതമ്പ് ചേർത്ത് എന്തിനാ? ഗോതമ്പ് ചേർത്ത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഏതൊരു ധാന്യങ്ങൾ ആകുമ്പോഴും അത് പൗഡർ ചെയ്തിട്ട് അതിന്റെ ഒരു ചെറിയൊരു കൺസിസ്റ്റൻസി കിട്ടണം. അതായത് നമ്മളൊരു പരത്തിയെടുക്കാൻ പാകത്തിലുള്ള ഒരു കണ്ടീഷനിലേക്ക് വരണമെങ്കിൽ അതിൽ ഇത്തിരി % ഗോതമ്പ് വന്നാൽ മാത്രമേ അത് ശരിയാകും. ഗോതമ്പ് ചെറുധാന്യം അല്ല, എന്നിരുന്നാൽ കൂടി ഗോതമ്പിന്റെ ഒരു 25% വന്നിരുന്നാൽ മാത്രമേ അതിന്റെ ആ ഒരു ടേസ്റ്റ് വരുന്നുള്ളൂ. പ്രത്യേകിച്ചും ഈ മില്ലറ്റ് എന്ന് പറയുന്നത് പൊതുവെ ഫൈബർ കൂടുതലുള്ളതായതുകൊണ്ട് അല്ലെ, ആ ഒരു പശിമ കിട്ടില്ല. അതെ, പശിമ കിട്ടുന്നില്ല. ഗോതമ്പ് ഒഴിവാക്കുമ്പോൾ ആ ഒരു കൊഴുകൊടുപ്പ് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ ഗോതമ്പ് ഒഴിവാക്കിയിട്ട് നമ്മൾ പലതരത്തിലുള്ള ധാന്യങ്ങൾ വെച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ കൂടി ഗോതമ്പ് ഉണ്ടാകുമ്പോൾ മാത്രമേ അതിന്റെ അകത്ത് എല്ലാ ഒരു മെഴുമെടുപ്പ് കിട്ടുന്നുള്ളൂ ഉൽപ്പന്നങ്ങൾക്ക്. മാക്സിമം ഗോതമ്പിന്റെ ക്വാണ്ടിറ്റി നമ്മൾ കുറക്കാനുള്ള ശ്രമത്തിനാണ് ഉള്ളത്, മറ്റു ധാന്യങ്ങളുടെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട്. അപ്പോ അതും ഇങ്ങനെ ഒരു ട്രയൽ റണ്ണിലാണ് ഉള്ളത്. ശാലയിലാണ് അല്ലെ നിങ്ങളുടെ മറ്റ് ഉൽപ്പന്നങ്ങൾ പറഞ്ഞല്ലോ. ചാമി അരിയുണ്ട്. അതൊക്കെ നിങ്ങള് പുറത്തുനിന്ന് എടുത്തു കൊണ്ടുവന്ന് നിർത്തോടെ ചെയ്യുന്നതാണ്. അത് നാട്ടിൽ കിട്ടാത്ത സാധനങ്ങളാണ്. ഇപ്പം ചോളായാലും നാട്ടിൽ കിട്ടില്ല, അതിന് പുറത്തുനിന്ന് നിർത്തോടെ. അപ്പൊ നിങ്ങൾ എവിടുന്ന കൊണ്ടുവരുന്നത്? കുടക് ഭാഗത്തുനിന്നാണ് സാധാരണ ഓൾമോസ്റ്റ് എല്ലാ സാധനവും ലഭ്യമാകുന്നത്. നമ്മൾ ഈ നാട് പോലെ തന്നെ കുടക് ഭാഗങ്ങളിലെ കർഷകർ തനിമയായിരുന്ന കർഷകന്മാരാണ്. അപ്പൊ അവരിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുമ്പോൾ നമ്മൾക്ക് എമൗണ്ട് കൊണ്ടും പിന്നെ ധാന്യങ്ങളുടെ ക്വാളിറ്റി കൊണ്ടും നമുക്ക് നല്ലൊരു മാറ്റം തന്നെ അവിടെയുണ്ട്. കുടക് ഭാഗങ്ങളിൽ കർഷകരുടെ കയ്യിൽ നിന്ന് നേരിട്ടെടുക്കണോ? കർഷകരിൽ നിന്ന് നേരിട്ടല്ല, കർഷകരിൽ നിന്ന് ഒരു ഇടനില മാത്രം ചെയ്തിട്ടാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ മാക്സിമം നല്ല ധാന്യങ്ങൾ തന്നെ നമുക്കത് സോർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് പാടത്ത് തന്നെ പോയിട്ട് ചോളാണേലും മറ്റുള്ള ചെറുധാന്യങ്ങളാണേലും നമുക്ക് കണ്ടിട്ട് നമുക്ക് തൃപ്തിയാണെങ്കിൽ മാത്രമേ നമുക്കത് വാങ്ങിയിട്ട് എടുത്തിങ്ങോട്ട് കൊണ്ടുവരുന്നല്ലോ. ഒരു തവണ 2 തവണ പോയിട്ട് നമ്മൾ ആ ഒരു കച്ചവടം അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോ തവണയും പോകണമെന്നില്ല. നമ്മൾക്ക് നല്ലത് വേണമെന്ന് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് തരുന്നുള്ളൂ. ആ ഒരു വിശ്വാസം അവിടെ നമ്മളിപ്പോ ധാന്യങ്ങൾ ഇവിടെ എത്തിയതിനു ശേഷം പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ഇവിടെ സാധാരണ ചെയ്യുന്ന പോലെ കഴുകാനും ഉണക്കാനും ഉള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ധൈര്യത്തിൽ ഏത് ഉൽപ്പന്നവും നമുക്ക് ആർക്കും വേണമെങ്കിലും കൊടുക്കാനുള്ളൊരു നമ്മൾക്ക് തന്നെ അതിന്റെ കോൺഫിഡൻസ് ഉണ്ട്. അത് ഓരോ ആൾക്കാർ ഉപയോഗിച്ചിട്ട് അവരും അത് തൃപ്തിപ്പെട്ടിട്ട് അത് നമ്മൾക്ക് ഓരോ ആളും വിളിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമ്മൾക്കൊരു സന്തോഷമാണ്. എല്ലാവരും 90% ആൾക്കാരും നമ്മളൊന്ന് ഉൽപ്പന്നങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുന്ന സ്പോട്ടിൽ തന്നെ നമ്മളെ വിളിച്ചിട്ട് നന്നായിട്ടുണ്ട് എന്നുള്ളൊരു അഭിപ്രായം വന്ന് പറയാറുണ്ട്. അപ്പൊ ഓരോ ആളത് പറയുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്. അത് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ മറ്റു പൊടികൾ പറഞ്ഞല്ലോ, മസാലപ്പൊടികൾ അല്ലെ, മുളക്, മല്ലി അങ്ങനെയുള്ളത്. മുളക്, മല്ലി, സാമ്പാർ പൊടി അതിപ്പോ ട്രയൽ ചെയ്തിരുന്നുണ്ട്. ബാക്കിയുള്ള പൊടികൾ ഞങ്ങൾ ട്രയൽ ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് ഞങ്ങൾ പരിശ്രമിച്ചിട്ട്. ഈ മഞ്ഞൾ എന്ന് പറയുമ്പോൾ അത് സ്വന്തം നാടൻ നാടൻ മഞ്ഞൾ നമ്മളൊരു പ്രത്യേക രീതിയിലാണ് നമ്മളത് പൗഡർ ചെയ്തെടുക്കുന്നത്. സാധാരണ പറയുമല്ലേ മഞ്ഞൾപ്പൊടിയുള്ള മഞ്ഞൾപ്പൊടിയാണ് പൊതുവെ പുറത്തുനിന്ന് കിട്ടുന്ന പാക്കറ്റ്. നമുക്ക് കുർക്കുമിന് ആവശ്യമാണ്. അതെ, കുർക്കുമിന് ആവശ്യമാണെന്നുള്ളത് നമ്മളിപ്പോ എല്ലാവരും മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ കുർക്കുമിൻ കണ്ടന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആരും അത് ശ്രദ്ധിക്കപ്പെടാത്തൊരു കാര്യമാണ്. ശരിയായ മഞ്ഞളിന്റെ ഗുണം എന്ന് പറയുന്നത് ഇതിന്റെ കുർക്കുമിൻ കണ്ടന്റിലാണ് അതിന്റെ മഞ്ഞളിന്റെ ഒരു ഗുണമുള്ളത്. ആ കുർക്കുമിൻ കണ്ടന്റ് 100% കിട്ടണമെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ പച്ച മഞ്ഞൾ നടുവെ പൊളന്ന് അത് പുഴുങ്ങിയെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുർക്കുമിൻ നമ്മൾ 60 ഡിഗ്രി ചൂടിൽ മഞ്ഞൾ പുഴുങ്ങിയെടുത്താൽ അതിന്റെ കുർക്കുമിൻ 40% പോകുമെന്നാണ് പഠന റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്രകാരമുള്ളൊരു അവസ്ഥ ഉള്ളതുകൊണ്ട് നമ്മളിത് പുഴുങ്ങാറില്ല. പുഴുങ്ങാതെയാണോ പൊടിക്കുക? പച്ച മഞ്ഞള് നമ്മൾ നേരിട്ട് ഉണക്കിയെടുക്കുകയാണ്. ഉണക്കിയെടുത്തിട്ട് ആ തൊലിയോട് കൂടിയാണ് നമ്മൾ പൊടിക്കുന്നത്. മഞ്ഞളിന്റെ മുകളിലെ മണ്ണ് കംപ്ലീറ്റ് നീക്കം ചെയ്തതിനു ശേഷം പച്ച മഞ്ഞൾ നേരിട്ട് ഉണക്കിയിട്ടാണ് അത് പൊടിക്കുന്നത്. പുഴുങ്ങാതെയാണ് പൊടിക്കുന്നത്. അപ്പൊ മഞ്ഞൾ പൊടിക്ക് നമ്മുടെ മഞ്ഞളിന് ഒരു ലൈറ്റ് ഓറഞ്ച് കളറും ഉണ്ടാവും,
കുർക്കുമിൻ കണ്ടന്റ് 100% ഉണ്ടാവും. അപ്പൊ നമ്മൾ മുന്നേ ആ ഒരു പ്രക്രിയ ഫോളോ ചെയ്യുന്നത് കൊണ്ട് ആൾക്കാരൊക്കെ പറയും നിങ്ങൾ എന്തുകൊണ്ട് അത് എന്തുകൊണ്ട് പുഴുങ്ങുന്നില്ല എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആൾക്കാര് എങ്ങനെയാ അവരുടെ റെസ്പോൺസ് എങ്ങനെയാ? ഓരോ ആൾക്കാരോടും ഈ സംശയം ചോദിച്ചു വരുന്ന ആൾക്കാരോട് നമ്മൾ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കി കൊടുക്കുമ്പോൾ അവരത് ഓക്കെയാണ്. പിന്നീട് അവർ നമ്മളെ ഒരു തവണ നമ്മളെ മഞ്ഞൾ കൊണ്ടുപോയതിന് ശേഷം അതിന്റെ സ്മെല്ലും അതിന്റെ ടേസ്റ്റും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മാറിയിട്ട് പഴയ മഞ്ഞളിലേക്ക് പോകുന്നില്ല. ആരും 90% ആൾക്കാരും അത് പോകുന്നില്ല. അതിൽ ഒരേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പുഴുങ്ങിയെടുത്ത മഞ്ഞള് ഒരു 2 വർഷಕ್ಕೆ അത് ഷെൽഫ് ലൈഫ് കിട്ടും, പുഴുങ്ങി ഉണക്കിയെടുത്തതിന് ശേഷമാണെങ്കിൽ. നേരെ മറിച്ച് നമ്മൾ ഈ പറഞ്ഞതുപോലെ നേരിട്ട് ഉണക്കിയെടുക്കുന്ന ഒരു മഞ്ഞളിന് ഈ പറഞ്ഞ 2 വർഷമോ 3 വർഷമോ ഷെൽഫ് ലൈഫ് കിട്ടില്ല. ഒരു വർഷം പൊടിക്കാണോ അല്ലെങ്കിൽ പൊടിക്ക് മഞ്ഞളായിട്ട് നിൽക്കും. അത് പൊടിച്ചു കഴിഞ്ഞാൽ ആ പൊടി ഒരു 2 വർഷത്തിന് മുകളിൽ 1 വർഷത്തിന് മുകളിലൊന്നും പൊടി നിന്നു വരില്ല. പക്ഷെ നമ്മൾക്കിപ്പോ 1 വർഷം 1 കിലോ മഞ്ഞൾ ചില സാധാരണ കുടുംബത്തിലാണെങ്കിൽ 1 കിലോ മഞ്ഞൾ 1 വർഷത്തേക്ക് തന്നെ ധാരാളമായിട്ട് വരും. ആ ഒരു കാര്യം നോക്കേണ്ടതില്ല എന്നാണ് നമ്മളൊരു അഭിപ്രായം. നിൽക്കുമെന്നുള്ളതല്ലല്ലോ, നമുക്ക് നമ്മുടെ ആരോഗ്യമാണല്ലോ. പിന്നെ കുറച്ച് മതിയാവും അല്ലേ? അത്രേ വേണ്ടു. സാധാരണ മറ്റുള്ള മഞ്ഞളുകള് ഒരു 3/4 സ്പൂൺ ഇടുന്നത് നമ്മളത് ഒരു 1/2 സ്പൂൺ ഇടുമ്പോൾ തന്നെ അതിന്റെ ആ ഒരു മഞ്ഞളിൻ്റെതായിട്ടുള്ള കണ്ടീഷൻ വന്നോളും. അതിന്റെ ടേസ്റ്റും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. മറ്റേ പുഴുങ്ങി പൊടിക്കുന്ന മഞ്ഞളിനേക്കാളും ഒരു കളർ കൊണ്ടും ടേസ്റ്റ് കൊണ്ടും ഈ പുഴുങ്ങാതെ പൊടിക്കുന്ന മഞ്ഞളിനാണ് ഗുണം കൂടുതൽ. തീർച്ചയായിട്ടും എന്റെ മഞ്ഞളിൽ കുറുക്കുമീനുണ്ടെന്നൊക്കെ ഉറപ്പിച്ച് പറയാം. അപ്പോ ഇത് ഈ നാട് മുഴുവൻ അംഗീകരിച്ചു കഴിഞ്ഞ ഉൽപ്പന്നമാണ്. എന്തുകൊണ്ട് ഇനി ഇപ്പോ കുറച്ചുകൂടി വിപുലമാക്കി പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൂടാ? പുറത്തേട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതിന്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഏതൊരു ഉൽപ്പന്നങ്ങളും ആൾക്കാർക്ക് ഇവിടെ വന്ന് അത് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങുന്നത് പോലെയല്ല. നമ്മളൊരു പാക്കറ്റ് ചെയ്തിട്ട് ഒരു മാർക്കറ്റിലേക്ക് പോകുമ്പോൾ എത്ര നല്ല സാധനമാണെങ്കിലും അത് മാർക്കറ്റിൽ എത്തുമ്പോൾ ഒരു കോമ്പറ്റീഷൻ അവിടെ പ്രശ്നമായിട്ട് വരികയാണ്. കോമ്പറ്റീഷൻ പ്രശ്നമായിട്ട് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്താൽ മാത്രമേ മറ്റുള്ള ബ്രാൻഡഡ് കമ്പനികളോടുകൂടി നമുക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ. നല്ല ക്വാളിറ്റിയിൽ ഒരു ഉൽപ്പന്നം മാർക്കറ്റിലേക്ക് ഇറക്കി 100 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ തീരെ ക്വാളിറ്റി ഇല്ലാത്ത ഒരു ഉൽപ്പന്നം ഒരു 80 രൂപയ്ക്ക് മാർക്കറ്റിൽ ഓൾറെഡി ഉണ്ടാകും. ഏതൊരു സംരംഭകനും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണത്. നല്ല ഉൽപ്പന്നം നമ്മൾ എടുത്തിട്ട് എന്തുകൊണ്ടും നമുക്കത് മാർക്കറ്റിലേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ആൾക്കാർക്ക് താല്പര്യമുണ്ട്, വാങ്ങാൻ വരുന്ന ആൾക്കാർക്ക് നല്ല സാധനം വേണമെന്നുണ്ടെങ്കിൽ കൂടി ഈ കടക്കാർ അതിന് അനുവദിക്കുന്നില്ല. കടക്കാർക്ക് എവിടെയാണോ ഒരു എമൗണ്ട് കുറഞ്ഞ സാധനം കിട്ടുന്നത് അവർ ആ ഭാഗത്തേക്ക് ചെരിഞ്ഞങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നേരെ മറിച്ച് നമ്മളിപ്പം നല്ല ഉൽപ്പന്നം തന്നെ നമ്മൾ 110 രൂപയ്ക്ക് മാർക്കറ്റിൽ എത്തിച്ചു കഴിഞ്ഞാലും അത് വാങ്ങാനും ആൾക്കാരുണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്. പക്ഷെങ്കിൽ ഇടനില എന്നൊരു പ്രശ്നം അവിടെ വരികയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഫേസ് ചെയ്യുന്നൊരു കാര്യമായിട്ടുള്ള പ്രോബ്ലം. ഈ ഡയറക്റ്റ് സെയിലിൽ നിങ്ങൾ തൃപ്തരാണ്? ഇപ്പം നമ്മൾ തൃപ്തരാണ്. നമ്മൾക്കുള്ള ഒരു കപ്പാസിറ്റേഷൻ, നമ്മളെ കപ്പാസിറ്റിയുടെ മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രദേശത്തിന്റെ ഒരു ഘടനയും മനസ്സിലേക്കാണല്ലോ. വയലാണ്, ചുറ്റുപാടും വെള്ളമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആൾക്കാർ എത്തിപ്പെടണം. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പറഞ്ഞല്ലോ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയാണ്, ഒരുപാട് ആൾ അറിഞ്ഞു വരുന്നുണ്ട്. എവിടെ നിന്നൊക്കെ ആൾക്കാർ എത്തുന്നുണ്ടോ ഉനിഷേട്ടാ? പല ഭാഗത്തുനിന്നും ആൾക്കാർ വരും. ഇപ്പൊ ഇരട്ടിന്ന് വരുന്ന ആൾക്കാരുണ്ട്, ശ്രീകണ്ഠപുരം, മാഹി വരുന്നുണ്ട്, കോഴിക്കോട്, കാഞ്ഞങ്ങാട് നിന്ന് വരെ വരുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ പരിചയപ്പെടുന്ന ആൾക്കാർ. തീർച്ചയായിട്ടും അതൊക്കെ തന്നെ മതിയല്ലോ അല്ലേ? അത് തന്നെ മതി. പക്ഷെ ഞങ്ങൾക്ക് അത്രമാത്രമില്ല, വലിയ ഒരു പറയാൻ മാത്രമുള്ള പ്രൊഡക്ഷൻ നിന്ന് നടന്നു തുടങ്ങിയില്ല. ഒരു ചെറിയ ടൈപ്പിലെ ഇത് യൂണിറ്റ് മാത്രമായിട്ട് നടക്കുന്നുള്ളൂ. അതിന് വിപുലപ്പെടുത്താൻ ഞങ്ങൾ മാക്സിമം നോക്കുന്നുണ്ട്. പിന്നെ സ്ഥല സൗകര്യത്തിന്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. ചെറിയൊരു ഏരിയയിൽ മാത്രമേ ഞങ്ങൾ മില്ലും കാര്യം സെറ്റപ്പ് ഉള്ളത്. അപ്പുറം വികസിപ്പിക്കാനുള്ള സ്ഥലവും ഇല്ല. അതിന്റെ ഒരു വിഷമം ഞങ്ങൾക്ക് കാര്യമായിട്ട് വിഷമിക്കുക. പിന്നെ ഈ മല്ലി എങ്ങനെയാണ്? മല്ലി പച്ചയായിട്ടാണ് കൊടുക്കുക? പച്ച മല്ലി പൊടിച്ചിട്ട് വറുത്ത് പൊടിച്ചിട്ടാണോ? ഉണക്കി പൊടിക്കുന്നത്. വറപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നല്ല സ്ട്രോങ് വറവ് വേണം. ഉണക്കിയിട്ടില്ല, ഉണങ്ങാനുള്ള ഒരു വറവ്. എന്നിട്ട് ആവശ്യമുള്ളവർക്ക് വറുത്ത് കൊടുക്കും. വറുത്ത് കൊടുത്ത് മേ ബി ആൾക്കാർ വറുത്ത മല്ലി വേണമെന്ന് പറയുന്നവർക്ക് നമ്മൾ വറുത്ത മല്ലി കൊടുക്കുന്നുണ്ട്. വറക്കാനൊക്കെ ഡ്രയറാണ്. പിന്നെ എങ്ങനെയാണ് ഇതിന്റെ ഇത്രയും ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ടാണ് പറഞ്ഞു ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നത്? നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി ഉൽപ്പന്നങ്ങളാണ്. അപ്പൊ അതിന് മാത്രം നിങ്ങൾ എങ്ങനെയാണ് അതിന്റെ വില ഈടാക്കുന്നത്? ഈ ഫസ്റ്റ് ക്വാളിറ്റി ഉൽപ്പന്നങ്ങളും ഈ തേർഡ് പാർട്ടി ഉൽപ്പന്നങ്ങളും തമ്മിൽ ഈ പറയുന്ന രീതിയിലുള്ള വലിയൊരു അന്തരം ഇല്ല എന്നുള്ളതാണ് അതിന്റെ വേറൊരു സത്യാവസ്ഥ. 100 രൂപ ഉള്ള ഒരു ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള ഒരു ഉൽപ്പന്നം 100 രൂപയാണ് അതിന്റെ വില എങ്കിൽ അതിന്റെ തേർഡ് ക്വാളിറ്റിയുള്ള ഉൽപ്പന്നത്തിന്റെ വില 90 രൂപയോളുണ്ട്. നിസ്സാരമായ ഒരു 10 രൂപക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ ഈ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിലോ? ഫസ്റ്റ് ക്വാളിറ്റിയും ഈ തേർഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് അത് ഭയങ്കര വ്യത്യാസമാണ്. രണ്ട് സാധനം തന്നെയാണ്. ഒന്ന് ഈ തേർഡ് ക്വാളിറ്റി ധാന്യങ്ങൾ എന്ന് പറയുന്നത് ഈ കന്നുകാലികൾക്ക് തവിട്
ആക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഉൽപ്പന്നമായിട്ടാണ് അവർ സോർട്ട് ചെയ്ത് മാറ്റി വെക്കുന്നത്. അതും രണ്ടും രണ്ട് ഉൽപ്പന്നം തന്നെയാണ്. അതായത് അത് ഒന്നില് തേർഡ് ക്വാളിറ്റി പ്രൊഡക്റ്റിലേക്ക് പോകുമ്പോൾ അതിന്റെ അകത്ത് ചെള്ള് പോലുള്ള ചെറു കീടങ്ങൾ ഉണ്ടാകും, പൂപ്പുണ്ടാവും, അങ്ങനെ പല പ്രശ്നങ്ങളും അതിലുണ്ടാവും. ഈ ഒരു 10 രൂപക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തിന് തേർഡ് ക്വാളിറ്റിയിലേക്ക് പോകണം എന്നുള്ളതാണ് ഞാൻ സംശയിക്കുന്ന ഒരു കാര്യം. ചാഴി ഫസ്റ്റ് ക്വാളിറ്റി സാധനത്തിൽ നല്ല ഫുൾ നിറയുള്ള സാധനങ്ങളായിരിക്കും. സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ ചാഴിയായിട്ട് വരും. അതിന്റെ മല്ലി ആയാൽ പോലും മല്ലിക്ക് പൊളപ്പ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതിന്റെ വേസ്റ്റ് വരുന്ന സാധനമാണ്, ചൂളിയായിട്ട് വീഴുക, പൊളന്ന പീസായിരിക്കും. അതിന് ഒരുപാട് പൈസയുടെ ഡിഫറൻസ് ഉണ്ടാവും. ഈ 90% ലൈനിൽ വരുന്ന പൊടികൾ ഈ പൊളപ്പലോ അടിച്ചിട്ട് തീർച്ചയായിട്ടും നമുക്ക് അറിയില്ലല്ലോ അല്ലേ, നമ്മൾ പാക്കറ്റ് വാങ്ങി ഉപയോഗിക്കുന്നവർക്ക് അറിയുന്നില്ല ഇത് തേർഡ് ആണോ ഫസ്റ്റ് ആണോ എന്താണെന്നൊന്നും. നമ്മൾ ഏത് പൊടിയുടെ ഒരു അവസ്ഥ ഫിസിക്കലി കാണുന്ന ഒരുപോലെ ഉണ്ടാവുക. അത് നമ്മളിപ്പോ ഒരു 10 രൂപ വ്യത്യാസത്തിന് വേണ്ടിയിട്ട് മിനിമം താഴ്ന്ന ക്വാളിറ്റിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. വരുമാന വർധനവിന്റെ സൂത്രവാക്യങ്ങൾ. മയ്യിൽ മുല്ലക്കൊടി കുറ്റിച്ചിറയിലെ കർഷകനും സംരംഭകനുമായ ശ്രീ കുഞ്ഞികൃഷ്ണന്റെയും മകൻ ജിതിൻ കൃഷ്ണന്റെയും അനുഭവങ്ങൾ തുടർന്ന് കേൾക്കാം നാളെ വൈകിട്ട് 6:50 ഹരിതവേദിയിൽ. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ നീത ഷാജി. ये जो हरे भरे पेड़ और उन पर लगे गुच्छेदार फल दिखाई दे रहे हैं, ये वास्तव में हमारे किसान भाइयों के आर्थिक और सामाजिक जीवन में सुख समृद्धि के रंग भरने की क्षमता रखते हैं। ऑयल पाम की खेती से किसान सामान्य फसलों की तुलना में कम लागत एवं मेहनत से अधिक आय प्राप्त कर सकते हैं। इसके माध्यम से किसान खाद्य तेलों का उत्पादन बढ़ाकर देश के विकास में अपनी भागीदारी सुनिश्चित कर सकते हैं। लेकिन ये सब कैसे संभव है, आज इसी के बारे में बताएंगे अपने किसानों को। ऑयल पाम एक बहुमुखी तेल है जिसके कई अलग अलग गुण और कार्य हैं जो इसे बेहद उपयोगी और व्यापक रूप से इस्तेमाल किया जाने वाला बनाते हैं। ऑयल पाम के फल से सबसे अधिक तेल प्राप्त होता है। प्रति हेक्टेयर 20 से 25 टन फलों की उपज देने वाले इसके पेड़ परिपक्व होने के बाद लगभग 30 साल तक फल देते रहते हैं। यही नहीं, इन पेड़ों के बीच अंतर्वर्ती फसलें उगाकर किसान दोहरी आय भी प्राप्त कर सकते हैं। इसके अतिरिक्त सरकार की ओर से भी इसकी खेती के लिए काफी सहायता उपलब्ध करवाई जाती है। भारत सरकार की ओर से 2021-22 में खाद्य तेलों पर राष्ट्रीय खाद्य तेल मिशन, तेल पाम नेशनल मिशन ऑन एडिबल ऑयल्स, ऑयल पाम NMEO-OP की शुरुआत की गई। इसके अंतर्गत किसानों को ऑयल पाम की पौध सामग्री, अंतर्वर्ती खेती एवं रखरखाव, ड्रिप सिंचाई, डीजल, बिजली, सोलर पंप सेट, बोरवेल, फल कटाई उपकरणों एवं पुराने पौधों की पुनः रोपाई के लिए सब्सिडी प्रदान की जाती है। इस मिशन के अंतर्गत किसानों को 1 से 5 लाख तक की राशि प्रति हेक्टेयर की वित्तीय सहायता उपलब्ध कराई जाती है। सरकार द्वारा ऑयल पाम की पौध सामग्री के लिए 20 से 29 हजार रुपए प्रति हेक्टेयर की सहायता मिलती है। इसके अलावा भी सरकार पहले 4 साल तक 42,000 रुपए प्रति हेक्टेयर की सहायता अंतर्वर्ती फसल एवं रखरखाव के लिए भी मुहैया कराती है। इस मिशन के अंतर्गत ड्रिप सिंचाई के लिए 30,000 रुपए प्रति हेक्टेयर की सहायता अतिरिक्त दिया जाता है। साथ ही किसानों के लिए फसल कटाई मशीन और ट्रैक्टर ट्रॉली की खरीद के लिए भी सहायता का प्रावधान है। कुछ किसानों के मन में ये शंका है कि ऑयल पाम के पेड़ों की सिंचाई के लिए अधिक मात्रा में पानी की आवश्यकता होती है। ये पर्यावरण के लिए ठीक नहीं है। कुछ ये भी कहते हैं कि ये धरती के उपजाऊपन के लिए भी हानिकारक हैं। किंतु जिन किसानों को ऑयल पाम की खेती से आज लाखों रुपए की वार्षिक आय प्राप्त हो रही है, उनका कहना है कि ये सारे संशय निराधार हैं। ऑयल पाम का खेती में दान और गन्ने से कम पानी लगता है। इसमें गवर्नमेंट का तरफ से ड्रिप सिंचाई के लिए पैसा भी दिया जाता है। मैंने 2015-16 से ऑयल पाम की खेती की है और इससे पर्यावरण को कुछ नुकसान है ही नहीं
और इनका जो पेड़ पौधा होता है इनसे हम मल्चिंग भी यूज करते हैं और इनका यूज से हम काफी सारा जमीन में नमी लेते हैं और इनके अंदर इंटरक्रॉप जो है जो कपास वगैरह लगाते हैं तो हम डबल गुण आय लेते हैं और अच्छा रहता है। ऑयल पाम की खेती के लिए मुझे सरकार ने पौधे सीडलिंग देते हैं। वो जब बड़ा हो जाता है, जो फल जो देता है, हर महीने सरकार उसी फल खरीदने के लिए एक रेट बना के देते हैं। वही रेट पे कंपनी खरीद लेते हैं। मैं काट के इकट्ठा कर देता हूँ, कंपनी उठा के ले जाते हैं। ऑयल पाम के लिए सरकार उत्पादों की तत्काल खरीद करती है। साथ ही सरकार एक वायबिलिटी मूल्य भी घोषित करती है ताकि यदि भाव अचानक गिर जाए तो उस अंतर का भुगतान सरकार किसानों को करती है। सच तो ये है कि ऑयल पाम की खेती हमारे किसानों को और अधिक समृद्ध और ग्रामीण अर्थव्यवस्था को और अधिक सशक्त बना रही है। आप भी इसकी खेती और सरकारी सहायता का लाभ उठाएं और अपनी आर्थिक स्थिति को बेहतर बनाएं। കിസാൻ വാണി കർഷക പക്ഷത്തുനിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം. സമർപ്പണം കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പരസ്യം ഫലവത്താവുന്നത്